my dear students, everyone ഒരിക്കൽ കൂടി സീക്വൻസസ് ആൻഡ് സീരീസിന്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷന്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും പ്രോബ്ലംസ് തനിയെ ചെയ്ത് പഠിക്കണം. തനിയെ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ആകുന്നിടം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the next question, question number 56. Insert two numbers between 3 and 81 so that the resulting sequence is GP. നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എപിക്കകത്ത് ചെയ്തിരുന്നു. അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇൻസർട്ട് ടു നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 81. സോ നമുക്ക് 3 എടുക്കാം, 81 എടുക്കാം. ഇതിനിടയ്ക്ക് രണ്ട് നമ്പേഴ്സ് ഇൻസർട്ട് ചെയ്യണം. So let us take it as A1 and A2. 3നും 81നും ഇടയ്ക്ക് നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇൻസർട്ട് ചെയ്തു. സോ ദാറ്റ് റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് GP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ GPയിൽ എത്ര ടേം ഉണ്ട്? 1, 2, 3, 4 ടേം ഉണ്ട്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം A എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഈ ഫോർത്ത് ടൈം നമുക്ക് അറിയാമല്ലോ, T4 ആണ് അല്ലെ. T4 എന്ന് പറഞ്ഞാൽ 81 ആണ്. കാരണം 1, 2, 3, 4 ഫോർത്ത് ടൈം ഈസ് 81. ഫോർത്ത് ടൈമിന്റെ ഫോർമുല നമുക്കറിയാം, AR cube is equal to 81. That is A is 3 into R cube is equal to 81. That means R cube is equal to what? 81 divided by 3. ഈ 3 കൊണ്ട് താഴോട്ട് പോകും. That is 27. That means R cube is equal to 27. നമുക്ക് വേണേൽ 3 cube എന്ന് എഴുതാം. So that means R is equal to 3. അപ്പോൾ A നമുക്കറിയാം 3 ആണ്, R നമുക്കറിയാം 3 ആണ്. ഇനി നമുക്ക് A1 കണ്ടുപിടിക്കാം. വാട്ട് ഈസ് A1? A1 എന്ന് പറഞ്ഞാൽ നമ്മുടെ GPയുടെ സെക്കൻഡ് ടേം ആണ് അല്ലേ. നമ്മൾ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഈ സെക്കൻഡ് ടേം ഓഫ് ദ GP ആണ് A1 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല നമുക്കറിയാമല്ലോ, AR. A 3 ആണ്, R 3 ആണ്. സോ AR ഈസ് 9. ഇനി A2 എന്ന് പറഞ്ഞാലോ GPയുടെ എത്രാമത്തെ ടേമാ? 1, 2, മൂന്നാമത്തെ ടേം. മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ T3 എന്ന് എഴുതും. T3 എന്ന് പറഞ്ഞാൽ AR സ്ക്വയർ. That is 3 into 3 square. That is 9 into 3, 27. അപ്പോൾ നമ്മുടെ ഈ GPയുടെ ടേമുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് മക്കളെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്, തന്നിട്ടുണ്ട് 3, അടുത്ത് 9 വരും, പിന്നെ 27 വരും, പിന്നെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട് 81. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേം നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ ഇപ്പം നോക്കിക്കേ, ഇതൊരു GP ആയി. GPക്ക് 4 ടേമായി. Between 3 and 81 we have inserted two numbers so that the resulting sequence is a GP. Okay മക്കളെ, മനസ്സിലായോ? Yes. Here is the next question, and this is a similar question. Insert 3 numbers between 1 and 256 so that the resulting sequence is a GP. അപ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണ്ടേ. 1നും പിന്നെ A1, A2, A3 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം between 1 and 256 so that the resulting sequence is the GP. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്. നേരത്തെ ഇതുപോലെ തന്നെയാണ്. മൊത്തം നമുക്ക് 1, 2, 3, 4, 5 ടേം ഉണ്ട്. അപ്പൊ അഞ്ചാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 256 ആണ്. T5ന്റെ ഫോർമുല നമുക്കറിയാം, AR⁴ ആണ് 256. അപ്പോ A എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 into R⁴ is equal to 256. അപ്പോൾ നമുക്ക് R⁴ എന്ന് പറഞ്ഞാൽ 256 ആണ് അല്ലേ. ഇനി നമുക്ക് ഈ 256നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 4 കൊണ്ട് 6 വരും, 6, 4, 24, 64 എന്ന് വരും. വീണ്ടും 4 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ 4 കൊണ്ട് അങ്ങ് എളുപ്പത്തിൽ ചെയ്യുന്നേ ഉള്ളൂ. 16 എന്ന് വരും. വീണ്ടും 4 കൊണ്ട് ചെയ്യാം, അപ്പൊ 4 വരും. അപ്പൊ നമുക്ക് R⁴ എന്നുള്ളതിന് പകരം 4⁴ എന്ന് എഴുതാം. ശരിയല്ലേ? 1, 2, 3, 4. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 വരും.
അപ്പോൾ ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ആർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി നമ്മുടെ A1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? A1 എന്ന് പറഞ്ഞാൽ നമ്മുടെ GP-യുടെ സെക്കൻഡ് ടൈം അല്ലേ, T2 ആണ്. T2 എന്ന് പറഞ്ഞാൽ AR വരും. A എന്ന് പറഞ്ഞാൽ 1 ആണ്, R എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് T2 ആണ്, A2 ആണ്. A2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? A2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം GP-യുടെ മൂന്നാമത്തെ ടേമാണ്. ഫോർമുല ഈസ് AR സ്ക്വയർ എന്ന് വരും. 1 into 4 square, that is 16. Okay, then A3 is the fourth term of the GP, that is AR cube, that is 1 into 4 cube, that is 64. Then അടുത്ത ടൈം നമുക്ക് തന്നിട്ടുണ്ട്, അത് അടുത്ത മൾട്ടിപ്പിൾ ആയിട്ട് വരും, that is 256. അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട ടേംസ് ഇതാണ്: A1 that is 4, A2 that is 16, A3 that is 64. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്ത ടേംസ് 1, പിന്നെ 4, 16, 64, 256, ആൻഡ് ദാറ്റ് വിൽ ഫോം എ GP. ഓക്കെ, മനസ്സിലായ മക്കളെ? ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. എപ്പിക്കകത്തും ചോദിക്കാറുണ്ട്, അതുപോലെ GP-ക്കകത്തും ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഇത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, here is the next question, question number 58. If the 4th, 10th and 16th terms of a GP are X, Y and Z respectively, then prove that X, Y, Z are in GP. നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കണമെന്ന് വായിച്ചു നോക്കാം. The 4th, 10th and 16th terms of a GP are X, Y, Z. അപ്പോൾ 4th term എന്ന് പറഞ്ഞാൽ X ആയിരിക്കും, 10th term എന്ന് പറഞ്ഞാൽ Y ആയിരിക്കും, ആൻഡ് 16th ടേം എന്ന് പറഞ്ഞാൽ Z. ഇതാണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ T4 എന്ന് പറഞ്ഞാൽ AR ക്യൂബ് ആണ്, ഈക്വൽ ടു X വരും. T10 എന്ന് പറഞ്ഞാൽ AR⁹9 എന്ന് വരും, ദറ്റ് ഈസ് Y വരും. ഇത് T16 എന്ന് പറഞ്ഞാൽ AR⁵15 എന്ന് പറഞ്ഞാൽ Z വരും അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സും വൈയും ഇസഡും GP-യിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 3 ടേംസ് GP-യിലാണെങ്കിൽ കണ്ടീഷൻ എന്താ? നമുക്കറിയാം GP-യിലാണുള്ള കണ്ടീഷൻ എന്താണ്? അതിന്റെ കോമൺ റേഷ്യോ ആണ് അല്ലെ? എന്ന് വെച്ചാൽ Y/X is equal to Z/Y ആയിരിക്കും. T2/T1 Y/X, T3/T2 Z/Y. ദാറ്റ് മീൻസ് എന്ന് വെച്ചാൽ Y² is equal to XZ ആയിരിക്കും. മിഡിൽ ടേം ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് അല്ലേ? XYZ GP-യിലാണെങ്കിൽ XZ എന്ന് പറഞ്ഞാൽ Y² ആയിരിക്കും, അല്ലെങ്കിൽ Y എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് XZ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, GM എന്ന് പറഞ്ഞ ജിയോമെട്രിക് മീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈ 3 ടേംസും GP-യിലാണ്. മനസ്സിലായ മക്കളെ? എക്സും വൈയും ഇസഡും GP-യിലാകണമെന്നുണ്ടെങ്കിൽ Y² is equal to XZ എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് ഇത് 3നും GP-യിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ XZ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് XZ? XZ is equal, X എന്ന് പറഞ്ഞാൽ AR ക്യൂബ് ആണ്, ഇൻറ്റു Z എന്ന് പറഞ്ഞാൽ AR⁵15. ദാറ്റ് ഈസ് A ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്ത് വരും? A² എന്ന് വരും. R⁵3 ഇൻറ്റു R⁵15 എന്ന് വെച്ചാൽ A⁻m ഇൻറ്റു A⁻n ഈസ് A⁻m+n ആ ഫോമിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ XZ is equal to എന്ത് വരും? XZ is equal to A² into R⁵3 plus 15, that's nothing but A² R⁵18, right? ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, AR⁵9 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം AB all⁻n is A⁻n into B⁻n, that is A² into R⁵18. ഓക്കെ, then so നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് XZ ആണ്. XZ is equal to AR⁵9 സ്ക്വയർ എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതിയേക്കണം. ഇനി what is AR⁵9? See, this is Y. So this is Y എന്ന് എഴുതാം ഈ AR⁵9 പകരം. അപ്പോൾ XZ എന്ന് പറഞ്ഞാൽ Y² കിട്ടും.
നോക്കിക്കേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഇസഡ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എക്സും വൈയും ഇസഡും ജി പിയിലാണ്. ഇപ്പൊ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. Therefore x, y, z are in GP, right? So we can write like this. So that is the method. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നും നോക്കിക്കോളൂ. നമ്മൾ ചെയ്തത് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ഇസഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. T4x, T10y, T16z. ഓക്കെ, അപ്പോൾ ഈ T4ന്റെ ഫോർമുല അപ്ലൈ ചെയ്തു, T10ന്റെ ഫോർമുല അപ്ലൈ ചെയ്തു, T16ന്റെ ഫോർമുല അപ്ലൈ ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് മൂന്നും ജി പിയിലാണെന്ന്. ഇത് മൂന്നും ജി പിയിലാണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഓഫ് ദി അതർ ടു എക്സ് ആൻഡ് ഇസഡ്. അപ്പൊ നമ്മൾ എക്സ് ഇസഡ് കണ്ടുപിടിച്ചു. എക്സ് ഇസഡ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് വൈ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എക്സ് വൈ ഇസഡ് ആർ ഇൻ ജി പി. ഓക്കെ, ഗോട്ട് ഇറ്റ്? Here is the next question, question number 59. Find a GP for which the sum of the first two terms is -4 and the fifth term is 4 times the third term. മനസ്സിലായോ മക്കളെ? Find a GP for which the sum of the first two terms, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടു ടേംസ് എന്ന് വെച്ചാൽ T1 ഉം T2 ആണ്. അതിന്റെ സം എന്ന് വെച്ചാൽ T1 plus T2. ഓക്കെ, T1 plus T2 is equal to -4. That is given. Find the GP for which sum of the first two terms is -4. And one more thing is given. Fifth term, that is T5. T5 is 4 times the third term. Means 4 times the third term നെ നമുക്ക് T3 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഈ ജി പി കണ്ടുപിടിക്കണം. ജി പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജി പിയുടെ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. T1 എന്ന് പറഞ്ഞാൽ എ, T2 എന്ന് പറഞ്ഞാൽ AR is equal to -4. ഇനി T5 എന്ന് പറഞ്ഞാൽ എന്താ? AR raised to 4 is equal to 4 into AR square. റൈറ്റ്? ഇവിടെ നമുക്ക് ഈ എ ഒന്ന് കട്ട് ചെയ്യാം. ആർ റെസ്റ്റ് 4നെ നമുക്ക് ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയറിന് എഴുതാം. ഇസ് ഈക്വൽ ടു 4r സ്ക്വയർ. ഒരു ആർ സ്ക്വയർ കട്ട് ചെയ്യാം. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ദാറ്റ് മീൻസ് ആർ ഈസ് ഈക്വൽ ടു രണ്ടും വരാം. ആർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ -2 എന്ന് വരാം. രണ്ട് 2 +2 വരാം, -2 വരാം. അപ്പൊ ഇനി നമുക്ക് രണ്ട് കേസ് എടുത്തിട്ട് വേണം ഇതിനകത്തൊരു എ പുറത്തെടുക്കാം. എ ഇൻറ്റു 1 + r ഈസ് ഈക്വൽ ടു -4. ഇനി നമുക്ക് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇവിടെ കേസ് 1, when r is equal to 2, that is a into 1 + 2 is equal to -4, or a into 3 is equal to -4. That means a is equal to -4/3 when r is equal to 2. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. കേസ് 2. കേസ് 2ൽ r is equal to -2. r is equal to -2. That implies a into 1, ഇതാണല്ലോ നമ്മുടെ ഫോർമുല, r -2 ആവും, is equal to -4. That means 1 - 2 is -1. So minus a is equal to -4 or a is equal to 4. അപ്പോൾ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് a is equal to -4/3 വരാം, അടുത്തത് a is equal to 4 വരാം. നമ്മൾ ഓരോ കേസിലും ജി പി നമുക്ക് കണ്ടുപിടിക്കാം. when a is equal to -4/3, when a is equal to -4/3, അപ്പോൾ r എന്ന് പറഞ്ഞാൽ 2 ആണ്. therefore the GP is, first term is a, that is T1 is equal to a is equal to -4/3, T2 is equal to AR, that is -4/3 into 2, that is -8/3, T3 is equal to AR square, that is -4/3 into 2 square, that is -16/3
and so on. So the GP is minus 4 by 3, comma minus 8 by 3, comma minus 16 by 3, comma etc. This is the GP in the first case. Then അടുത്ത case, case 2. Case 2ൽ ആറിൻ്റെ വാല്യൂ -2 ആണ്, എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ നമുക്ക് ആ കേസിലൂടെ GP ഒന്ന് കണ്ടുപിടിക്കാം. When a is equal to 4, r is equal to -2, T1 എന്ന് പറഞ്ഞാൽ a വരും, that is 4 വരും. T2 is AR, that is 4 into -2, that's equal to -8. T3 is equal to AR square, that is 4 into -2 square, that's equal to 4 into 4, 16, and so on. So the GP is 4, -8, 16, അടുത്ത മൈനസ് വരും, പ്ലസ് മൈനസ് അങ്ങനെ പോകും. സോ ദാറ്റ്സ് ദ GP. ഓക്കെ മക്കളെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻസ്, ഒന്ന് സം ഓഫ് ദി ഫസ്റ്റ് 2 ടേംസ് ഈസ് -4 ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 4 ടൈംസ് ദി തേർഡ് ടേം. ഈ രണ്ട് കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ എയും ആറും കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ആറിന് രണ്ട് വാല്യൂസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ രണ്ട് വാല്യൂ എടുത്താൽ നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ രണ്ട് GPയും ഫോം ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ മക്കളെ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the next question. Find 4 numbers forming a GP in which the third term is greater than the first term by 9 and the second term is greater than the fourth by 18. Third term is greater than the first term by 9. Third termine നമുക്ക് T3 എന്ന് എഴുതാം. T3 is greater than the first term. T1നെ കഴിഞ്ഞും 9 കൂടുതലാണ്. And the second term is greater than the fourth term. Fourth means fourth term. Fourth by 18. നോട്ട് പറയാം. Third term is greater than the first term by 9. എന്ന് വെച്ചാൽ T3 is equal to T1 plus 9. Okay. And T2 is equal to, means the second term is greater than the fourth term by 18, means plus 18. നമുക്ക് ഈ 4 നമ്പേഴ്സ് ആകണം, മീൻസ് വി ഹാവ് ടു ഫോം ദ GP. അപ്പോൾ നമുക്ക് ഇതിനത് ഫോർമുല അപ്ലൈ ചെയ്യാം. T3 എന്ന് പറഞ്ഞാൽ AR സ്ക്വയർ എന്ന് വരും, A plus 9. This means AR is equal to AR cube plus 18 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ഈ AR സ്ക്വയർ മൈനസ് A is equal to 9 എഴുതാം. ഇവിടെ നമുക്ക് ഇത് ഈ 18 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അപ്പോൾ അത് -18 ആവും. സോ ഇസ് ഈക്വൽ ടു AR ക്യൂബ് മൈനസ് AR. അതായത് ഞാനിവിടെ ഈ AR ക്യൂബ് നിർത്തി, ഈ AR ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ -AR ആയി. ഈ 18 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ -18 ആയി. ഇതിനകത്ത് നമുക്കൊരു A പുറത്തെടുക്കാം മക്കളെ. അപ്പോൾ R സ്ക്വയർ -1 is equal to 9 വരും. ഇവിടെ -18 തന്നെ. ഇതിനകത്ത് നമുക്കൊരു AR പുറത്തെടുക്കാം. മിച്ചം എന്നാ വരും? R സ്ക്വയർ വരും, -1 വരും. ഓക്കെ, ഇവിടെ AR പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു R സ്ക്വയറും കൂടെ ഉണ്ടാവും. ഇവിടെ AR പുറത്തെടുത്താൽ പിന്നെ 1 ഉണ്ടാവും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നമുക്ക് ഈ 2വിനെ ഇക്വേഷൻ നമ്പർ 2വിനെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ 2വിന്റെ ഈ സൈഡ് നമുക്ക് ആദ്യം എഴുതാം. AR into R square -1 is equal divided by ഇവിടെ A into R square -1 equal to ഇതിന്റെ ലെഫ്റ്റ് സൈഡ് -18 വരും, ഇത് 9 വരും. ഒരു A കട്ടായി പോകും, R square -1 കട്ടായി പോകും, 9 18 കട്ടായിട്ട് -2 വരും. അപ്പോൾ നമുക്ക് ഇവിടെ മിച്ചമുള്ളത് R ആണ്. R is equal to -2. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി. R is equal to -2. ഇനി നമുക്കത് ഏതെങ്കിലും ഇക്വേഷനകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് A കിട്ടും. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ R is equal to -2.
So equation number 1 implies a into minus 2 in the square minus 1 is equal to 9. That means a into 4 minus 1 is equal to 9, or a into 3 is equal to 9. That means a is equal to 9 by 3 equal to 3. അപ്പോൾ എ കിട്ടി, 6 കിട്ടി. ഇനി നമുക്ക് 4 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേം ആയി. ഫസ്റ്റ് ടേം ഈസ് 3 ആണ്. Therefore the terms are first term T1 is equal to a, that means 3. T2 എന്ന് പറഞ്ഞാൽ AR വരും, that is 3 into minus 2, that is minus 6. Okay, then ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത രണ്ട് ടേമും കൂടെ T3യും T4ഉം കണ്ടുപിടിക്കാം. T3 is equal to AR square വരും, that is 3 into minus 2 into square, that is 3 into 4 is equal to 12. 3 ആയി, minus 6 ആയി, 12 ആയി. അടുത്ത T4 AR cube, that is 3 into minus 2 cube, that is 3 into minus 8, that is minus 24. Okay, so we have to find the 4 terms. The 4 terms are 3 minus 6, 12, minus 24, etc. So these are the 4 terms. Okay മക്കളെ, മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയും നമുക്ക് രണ്ട് വേരിയബിളാണ് ഉള്ളത്. അതായത് എയും ആറും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എയും ആറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. ഈ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ എയും ആറും കണ്ടുപിടിക്കുക, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ ആവും. ഓക്കെ ഓക്കെ. Here is the next question, question number 61. Find the sum to infinite terms of the sequence 1, 1 by 3, 1 by 9, etc. നമുക്കറിയാം ഇതൊരു GB ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം, കാരണം സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. GB ആണോ എന്ന് നമുക്ക് അറിയില്ല. സോ T2 by T1 എന്ന് പറഞ്ഞാൽ 1 by 3 by 1 ആണ്, ദാറ്റ് ഈസ് 1 by 3 തന്നെ വരും. ഇനി T3 by T2 കൊണ്ട് നമുക്ക് നോക്കാം. 1 by 9 divided by 1 by 3 വരും, that is 1 by 9 into 3 by 1, that's equal to 1 by 3. അപ്പം T2 by T1 ഉം T3 by T2 സെയിം ആണ്. that means common ratio ഉണ്ട്. therefore ഇതൊരു GP with R is equal to 1 by 3. A നമുക്കറിയാം 1 ആണ്. ഇനി ഒരു GPയുടെ സം ടു ഇൻഫൈനൈറ്റ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. S ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ 1 മൈനസ് R എന്ന്. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കണം. ഇവിടെ ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്, കാരണം 1 by 3 ആണല്ലോ. സോ ഈ ഫോർമുലയ്ക്ക് അത് കൊടുക്കാം. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 by 1 മൈനസ് 1 by 3. ഓക്കെ, ജസ്റ്റ് നമ്മൾ വാല്യൂ കൊടുത്തതേ ഉള്ളൂ. That is 1 by 3 minus 1 by 3. That is 1 by 3 minus 1 is 2, 2 by 3. That is 3 by 2. So that's the value. So sum to infinite നോക്കാം. ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്, കാരണം ഇതിന്റെ ഇൻഫൈനൈറ്റ് ടേംസിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 1 plus 1 by 3, 1, 1 by 3, 1 by 9 ഇങ്ങനെ പോകുന്ന വളരെ ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. ഇതിന്റെ എത്ര ടൈംസ് കൂട്ടിയാലും നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3 by 2 ആണെന്ന്. എന്ന് വെച്ചാൽ 1.5 ആണ്. 1.5 എന്ന് പറയാനായിരിക്കും മാക്സിമം നമുക്ക് കിട്ടാവുന്ന വാല്യൂ. അതിലപ്പുറത്തേക്ക് ഇത് പോവില്ല. ഓക്കെ, വലിയൊരു ഹ്യൂജ് സീക്വൻസ് ആണ്. ബട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചെറിയൊരു നമ്പറാണ് 3 by 2. അത് ഇതിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, GPയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇൻഫൈനൈറ്റ് ടൈംസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ടുള്ളുക, നമുക്ക് അത് ഒന്ന് ചെയ്തു പോകാം. Here is the next one. Find the sum to infinite terms of the sequence 1, 1 by 2, 1 by 4, etc. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് A എന്ന് പറഞ്ഞാൽ 1 വരും,
r എന്ന് പറഞ്ഞാൽ 1/2 വരും. ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എസ് ഇൻഫിനിറ്റി കണ്ടുപിടിക്കുക, ഫോർമുലയിലോട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ അത് ചെയ്തേക്കാം. ഇനി നമുക്ക് എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് r ലെസ് ദാൻ 1 ആണല്ലോ. സോ 1/1 മൈനസ് 1/2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഈസ് 1/2 അല്ലെ. 1 അര കുറച്ചപ്പൻ ആരാ, ദാറ്റ് ഈസ് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഇതിൻ്റെ 1/2 റെസിപ്രോക്കൽ 2/1. സോ ദാറ്റ്സ് ഈക്വൽ ടു 2. സോ മാക്സിമം എത്ര ടൈംസ് കൂടെ കൂട്ടിയാലും ഇത് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ വളരെ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, here is the next one that is also an important question. Find the value of 3 into 3 raised to 1/2 into 3 raised to 1/4 into 3 raised to 1/8 into etc. നമുക്ക് വേണ്ടത് ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ്. സോ 3 raised to 1 into 3 raised to 1/2 into 3 raised to 1/4 into 3 raised to 1/8 etc. into ഇതാണ് പോകുന്നത്, പ്രോഡക്റ്റ് ആണ്. ഇത് എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു എൻ എന്നുള്ള ഫോമിൽ ആണല്ലോ. അപ്പോൾ നമുക്കതിനെ 3 raised to എല്ലാത്തിനെയും ബേസ് സെയിം ആണ്, പവേഴ്സ് തമ്മിൽ കൂട്ടാം. 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര. ഇനി ഇത് നോക്കിക്കാം മക്കളെ, 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എന്ന് പറഞ്ഞ് പോകുന്ന സാധനം എന്താ? ഇത് ജി പി ആണ്. ഇത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്, r എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇതിൻ്റെ സം ഓഫ് ദി ഇൻഫൈനൈറ്റ് ടൈംസ് ആണ് അല്ലേ. നോക്കിക്കേ, 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര അങ്ങനെ പോവാം, ഇൻഫൈനൈറ്റ് ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് എസ് ഇൻഫിനിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ചാൽ ഇതിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് r. ഇൻഫൈനൈറ്റ് ടൈംസിൻ്റെ സം ആണല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് 1/2. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. 1 മൈനസ് 1/2 1/2 വരും. ഇത് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുമ്പോൾ 2 വരും. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 raised to ഈ ഒരു ഇൻഫൈനൈറ്റ് ടൈംസ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 സ്ക്വയർ എന്ന് വരും. The answer is 3 square is 9. So that is the value. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായാലോ മക്കളെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നമ്മൾ ലോ ഓഫ് ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതെല്ലാം കൂടെ ഗുണിക്കുന്നതിന് പകരം ഇൻഡെക്സുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടിയപ്പോൾ നമുക്ക് ജി പി ഒരു ടൈം വന്നു, അങ്ങനെ നമ്മളത് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായാലോ മക്കളെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ജി പിയുടെ പ്രോഗ്രഷൻ, ജോമെട്രി പ്രോഗ്രഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ 63 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും ഈ ചാപ്റ്റർ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. So let us see in the next class with more problems. Till then, goodbye.